ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം നെക്സ്റ്റ് ജനറേഷൻ GST പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 300 പോയിന്റിൻ്റെ എല്ലാം തന്നെ ഒരു മൂവ്മെൻറ്റ് റാലി ഉണ്ടായിരുന്നു. ആ ഒരു റാലി ഇന്ന് വരെ അത് സസ്റ്റെയിൻ ചെയ്ത്, ചെറിയ ഫോൾ ഉണ്ടായെങ്കിലും കൂടിയും ഇന്ന് വരെ അത് സസ്റ്റെയിൻ ചെയ്ത് നിന്നിരുന്നു. എന്നാൽ ആ ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടാക്കിയ എൻറ്റയർ ഗ്യാപ്പ് അപ്പ് ഇന്നത്തെ ഒരു ദിവസത്തോട് കൂടിയിട്ട് അത് വാനിഷായ ഒരവസ്ഥയാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. എല്ലാ സെക്ടറും റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്ന് FMCGയിലെ HUL, നെസ്ലെ തുടങ്ങിയ ചുരുക്കം സ്റ്റോക്കുകൾ ഒഴികെ മറ്റുള്ള എല്ലാ സ്റ്റോക്കുകളിലും, എസ്പെഷ്യലി ബാങ്കിങ് മേഖലയിലും, ഇൻഡെക്സ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള മറ്റുള്ള സ്റ്റോക്കുകളിലും സിവിയർ സെൽ ഓഫ് കണ്ട ഒരു ദിവസമാണ് ഇന്നുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് കണ്ടുപോഴാം. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ആദ്യത്തെ 5 മിനിറ്റ്, ആദ്യത്തെ 10 മിനിറ്റ്, 15, 20, 30, 35 മിനിറ്റ് വരെ സെൽ ഓഫ് തുടർന്നു. അവസാനം 24,800 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സെൽ ഓഫ്. അവസാനം 24,710 നിഫ്റ്റി ക്ലോസ് നടത്തിയത്. നിഫ്റ്റിയിൽ ശ്രീറാം ഫിനാൻസ് 4.21, സൺഫാർമ 3.4, ടാറ്റ സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, ട്രെൻഡ് തുടങ്ങിയ കമ്പനീസിൽ സിവിയർ സെൽ ഓഫ് കണ്ടു. ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഐഷർ മോട്ടോഴ്സ്, HUL, മാരുതി, ITC, നെസ്ലെയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ പൊതുവെ ആളുകൾ FMCGയിലേക്ക് ചെക്കേറാറുണ്ട്. അതാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ട ഒരു കാഴ്ച. നിഫ്റ്റി 50യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ 20 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് ഇപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇടിവിന് കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കാണ്. ആ സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ കാരണം നിഫ്റ്റി 130 പോയിന്റ് ഫോൾ ചെയ്തു. 250 പോയിന്റ് അടുത്താണ് ടോട്ടൽ ഫോള്. അതിൽ ഒരു ചുരുക്കം സ്റ്റോക്കുകൾ, ICICI ബാങ്ക് 37 പോയിന്റാണ് നിഫ്റ്റിയിലെ ഫോളിന് ICICI ബാങ്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. റിലയൻസും 30 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. എയർടെൽ 22 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. MNM 22 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. L&T 1 പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഓൾ ടുഗദർ ഈ സ്റ്റോക്കുകൾ മാത്രം 130 പോയിന്റ് നിഫ്റ്റിയിൽ ഇന്നത്തെ ഇടിവിന് കാരണം ആയി എന്നുള്ളതാണ്. നിഫ്റ്റി ബാങ്കും ഏകദേശം 700 പോയിന്റിൻ്റെ ഒരു ഫോള് നമ്മളിന്ന് കണ്ടു. HDFC ബാങ്കിൻ്റെ എല്ലാം തന്നെ ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ് ഇന്നുണ്ടായിരുന്നത്. കൂടാതെ US ഇൻഫ്ലേഷൻ സാധ്യതകൾ അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. US ഇന്ത്യയിലേക്ക് 25% ഒരു താരിഫ് വെനസ്ഡേയോട് കൂടിയിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ആക്കുമെന്നുള്ളതൊക്കെയാണ് പുതിയ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. പുതിയ തീരുമാനമല്ല, പഴയ തീരുമാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഡ് ലൈൻ ഇന്ന് വന്നു. ഓട്ടോ സെക്ടറിൽ നിന്ന് പ്രധാനമായിട്ടും മാരുതി ഇന്ന് റാലി രേഖപ്പെടുത്താൻ പ്രധാന കാരണം അവരുടെ ഫസ്റ്റ് ബാറ്ററി പവേർഡ് ഇലക്ട്രിക്കൽ വാഹനം വരാണ്. ഐഷർ മോട്ടോഴ്സ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 350cc വാഹനങ്ങൾക്ക് ഉള്ള ഒരു ടാക്സിൻ്റെ കുറവ് ആണ് GSTയിലൂടെ അവർ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. FMCG സ്റ്റോക്കുകൾ GST കട്ടും പ്ലസ് മാർക്കറ്റിലുണ്ടാവുന്ന വലിയ നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ ആളുകൾ പൊതുവെ FMCGയിലേക്ക് ചെക്കേറാറുണ്ട്. അതാണ് ഇന്ന് FMCG സ്റ്റോക്കിൽ കണ്ടിട്ടുള്ള ആ ഒരു ബോട്ടം ബൈയിങ് നമ്മൾ കണ്ടത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. കാണാം, ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെപ്പെട്ട ട്രേഡ് ചെയ്ത 3 യൂറോപ്യൻ മാർക്കറ്റ്, ജർമ്മൻ, ഫ്രാൻസ്, UK മാർക്കറ്റ് നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 3.4% സ്പൈക്ക് ചെയ്ത് കാണാം. ഏറ്റവും താഴേന്ന് കാണാം ഇന്ത്യ വിക്സ് ഒരു സമയത്ത് 5% വരെ സ്പൈക്ക് ഉണ്ടായിരുന്നു. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് 469 പോയിൻറ്റിൻ്റെ ഇടിവ്. കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഇടിവിലാണ്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ $1000 ഇടിഞ്ഞു. അതിന് മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഈവൻ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ട് പോലും ഇന്ന് $10 ആണ് ഗോൾഡ് റാലി രേഖപ്പെടുത്തിയത്. ഇന്നലെ ഒരു എക്കണോമിസ്റ്റിൻ്റെ എല്ലാം തന്നെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്, ട്രംപ് ഈ ഒരു താരിഫ് കാരണം നമ്മളുടെ ഈ വ്യവസായ മേഖലയ്ക്ക് ഉണ്ടായ ആ ഒരു ക്ഷീണം GST റീഫോമിലൂടെ അതിൻ്റെ ഓൾമോസ്റ്റ് 0.5% നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള വിലയിരുത്തൽ. അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ജനറേഷൻ GST എല്ലാം തന്നെ അത് പിൻവലിച്ചിട്ടില്ലാതെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ ഒരു ഡെഡ് ലൈൻ വന്നത് കാരണം FIസിൻ്റെ ഭാഗത്തു നിന്ന് സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഉള്ളത്. കൂടാതെ തന്നെ പാനിക് സെല്ലിംഗ് റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ FIസിൻ്റെ സെല്ലിംഗ് വളരെയധികം വിസിബിളാണ്. കാരണം പൊതുവെ FIസ് ഫിനാൻഷ്യൽ കമ്പനീസിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേക്കുകളുള്ളത്.
അത് തന്നെയാണ് ഇന്ന് കണ്ടത്. ICICI ബാങ്ക് പോലെയുള്ള കമ്പനീസിൽ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി ഇത് നമ്മൾ കണ്ടു. നാളെ മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊസിഷൻസ് ഒന്നും തന്നെ ആളുകൾ ഹോൾഡ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം മാർക്കറ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യും, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നാളത്തെ ഒരു ഇമ്പാക്റ്റ് അതിപ്പോൾ അപ്പ് സൈഡിലേക്കാവാം അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കാവാം. നെക്സ്റ്റ് ഡേ ഒരു ഗ്യാപ്പ് അപ്പ്, അതും അപ്പ് സൈഡിലേക്കാവാം ഡൗൺ സൈഡിലേക്കാവാം. പ്രാക്ടിക്കലി സ്പീക്കിംഗ് 2 ദിവസത്തെ ഇമ്പാക്റ്റ് നമുക്ക് ഗെയിൻസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം അവധി ദിവസങ്ങളിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ട്രേഡാണ്. അത്തരം ട്രേഡുകളിലൂടെയാണ് നമ്മുടെ ക്യാപിറ്റൽ വാനിഷ് ആവുന്നത്. അല്ലാതെ ട്രേഡിംഗ് അവേഴ്സിൽ നമുക്കുണ്ടാവുന്ന നഷ്ടത്തിനൊരു പരിധി ഉണ്ടാവും. ഓവർനൈറ്റ് നമുക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. എല്ലാ ആൾക്കാരുടെ ട്രേഡിംഗ് കരിയറിൽ അതായിരിക്കും ഏറ്റവും വലിയ നഷ്ടം. എനിവേ, അപ്പോൾ നാളെ പ്രീ മാർക്കറ്റ് ഇല്ല. നാളെ വൈകിട്ട് നമുക്ക് മാർക്കറ്റ് ന്യൂസൊക്കെ എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.